മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയും. ഇതൊരു കൃപയാണ്. ഏത്? ഈ ഉള്ളവനില്ലാത്തവന് കൊടുക്കുന്ന ഒരു കൃപയാണ്. പക്ഷെ കൊടുത്താൽ എന്താ പറയുക, ഇവനും സന്തോഷം അവനും സന്തോഷം. കഷ്ടത എന്ന കഠിന ചോദനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ ഇവർ മഹാകഷ്ടത്തിലാണ്. പക്ഷെ ഇവർ സന്തോഷ സമൃദ്ധിയില്ല. കഷ്ടത്തിലും സന്തോഷം. ഇവർ ദരിദ്രന്മാരെ, മക്കതോന്യ സഭയിൽ കഠിനന്മാർക്ക് ദാരിദ്ര്യം കൂടെ കടന്നു പോകുന്നവരാ. പക്ഷെ അവർ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവർക്കുള്ളത് കൊടുക്കുന്നവരാ, കർത്താവിനെന്നുണ്ട്. അപ്പം ഇപ്പം സാറ് എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്കല്ല തരുന്നത്, പിന്നെ ആരാ? ഏതാ കാണിച്ചിട്ട് ഞാൻ കർത്താവിന് കൊടുത്തു. ഇപ്പം ഈ പുതിയ നിയമത്തിൽ വിശ്വാസത്തിൽ വന്ന ഒരു മനുഷ്യനെ പറ്റി ഇപ്പോൾ ഒരു 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 യാചകൻ വീട്ടിൽ വന്നു. നമ്മൾ അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. ആറ് ക്രിസ്തുവിന് എന്നോണം കൊടുക്കണം. ഇപ്പം സാർ എനിക്ക് തന്നു, എന്തെങ്കിലും ഒന്ന് തന്നു, അത് ക്രിസ്തുവിന് എന്നോണം എനിക്ക് തന്നാലും ഗുണം എന്താണെന്നറിയാമോ? നാളെ ഞാൻ സാറിനോട് പിണങ്ങിന്ന് കൂട്ടിക്കോ? സാറിനെ അത് ബാധിക്കത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം മേടിച്ച് കഴിച്ചിട്ട് കണ്ടോ, അവനിപ്പോൾ എന്നെ കണ്ട മിണ്ടത്തില്ല, നന്ദി കെട്ടുകൊണ്ട് എന്നെ പറ്റി പറയും. കാരണം ഞാൻ കൊടുത്തത് വിജയനല്ല, ഞാൻ കൊടുത്തത് കർത്താവിനാണ്. ഈ പുതിയതിൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്താലും അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്ന് പറയുന്നു, ആരുടെ നാമത്തിൽ? കർത്താവിന് വേണ്ടിയിട്ടാണ്. സാർ ഇത് കേൾക്കുന്നു, അതും ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരിക്കണം. അത് എന്ത് ചെയ്താലും. ഇപ്പം ഈ പുറത്തെ വരാന്ത യോഗം ചെയ്യാൻ പറ്റും, അത് ക്രിസ്തുവിനാണ് കൊടുത്തത്, ഞങ്ങൾക്കല്ല തന്നത്. അപ്പം മത്തായിയുടെ 25 പറയുന്നുണ്ടല്ലോ, എൻ്റെ നാമനിമിത്തം ഈ ചെറിയവർക്ക് ചെയ്തൊക്കെയും എനിക്ക് ചെയ്തു. ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. എന്ത് കൊടുത്താലും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും കർത്താവിന് വേണ്ടി ചെയ്യണം നമ്മൾ. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞ സന്തോഷ സമൃദ്ധിയായവർക്ക്. ഇവർ ദരിദ്രന്മാരാണ്, ഇവർ മഹാകഷ്ടത്തിൽ കൂടെ പറഞ്ഞു, പക്ഷെ അവർ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്.